പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ചാപ്റ്റർ 3 മെൻ്റൽ മാത്ത് എന്നുള്ള പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ബിലോ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ നമ്പേഴ്സ് ആൻഡ് ദ ലൈൻസ് ഡ്രോൺ. അപ്പോൾ ഈ ഫിഗർ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പേഴ്സും ഇവിടെ വരച്ചിരിക്കുന്ന ലൈൻസിനെയും കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് എന്ത് പറയാൻ കഴിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പേഴ്സ് ഇൻ ദ മിഡിൽ കോളം ആർ ആഡഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ടു ഗെറ്റ് ദ നമ്പേഴ്സ് ഓൺ ദി സൈഡ്സ്. അപ്പോൾ ഈ മിഡിലിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഡിഫറെൻറ്റ് വേയ്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് കിട്ടും. ദ നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ക്യാൻ ബി യൂസ്ഡ് ആസ് മെനി ടൈംസ് ആസ് നീഡഡ് ടു ഗെറ്റ് ദി ഡിസൈർഡ് സം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന മിഡിലിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് പല പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഡിസയർ ആയിട്ടുള്ള സമ്മ് കിട്ടാൻ വേണ്ടി ഈ നമ്പേഴ്സിനെ നമുക്ക് പല പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡ്രോ ആരോസ് ഫ്രം ദ മിഡിൽ ടു ദി നമ്പേഴ്സ് ഓൺ ദ സൈഡ്സ് ടു ഒബ്റ്റെയിൻ ദി ഡിസൈർഡ് സം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്നൊക്കെ ഓരോ ആരോ വരച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 1500 നിന്ന് 2 ആരോസ് വരച്ചിട്ടുണ്ട്, 400 നിന്ന് ഒരു ആരോയും വരച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 1500 ഇവിടെ 2 ടൈംസ് യൂസ് ചെയ്തിട്ടുണ്ട്, 400 1 ടൈമും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3400 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്പേഴ്സ് കിട്ടാൻ വേണ്ടി ഇവിടെ 38,800 കിട്ടാൻ വേണ്ടി 25,000 1 ടൈം ഉണ്ട്, 400 2 ടൈംസ് ഉണ്ട്, 13,000 1 ടൈം ഉണ്ട്. അങ്ങനെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് കേട്ടോ, 38,800 3,400. അപ്പോൾ 400 2 ടൈംസ് എഴുതുന്നതിന് പകരം എന്താണ് ചെയ്തിട്ടുള്ളത്, 400 × 2 ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ക്യാൻ വി മേക്ക് 1000 യൂസിങ് ദി നമ്പേഴ്സ് ഇൻ ദ മിഡിൽ, വൈ നോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1000 എന്ന് പറയുന്ന നമ്പർ ഉണ്ടാക്കാനായിട്ട് കഴിയുമോ? അപ്പോൾ അതാ നോക്കിയേ, ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ നമുക്ക് തന്നിട്ടുള്ളത് 400 ആണ്. അപ്പോൾ ഈ 400 × 2 ചെയ്താൽ, അതായത് 2 ടൈംസ് 400 ആഡ് ചെയ്താൽ നമുക്ക് 800 കിട്ടും. 400 3 ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് 1200 കിട്ടും. നമുക്ക് കറക്റ്റായിട്ട് 1000 ഇവിടെ കിട്ടത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇത് വെച്ചിട്ട് നമുക്ക് 1000 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് ഈ മിഡിലെ നമ്പർ വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. വാട്ട് അബൌട്ട് 14,000 15,000 ആൻഡ് 16,000? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. എക്സ്പ്ലോർ ഹൗ. അപ്പോൾ 14,000 15,000 16,000 ഈ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് 14,000 നമുക്ക് എങ്ങനെ ഇവിടെ നിന്നുണ്ടാക്കാം? ഇവിടെ ഒരു 400 തന്നിട്ടുണ്ടല്ലേ. 400നെ 35 ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 14,000 കിട്ടും. വേറെ ഒരു നമ്പേഴ്സും ആഡ് ചെയ്താൽ നമുക്കിവിടെ കിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾക്ക് സമ്മാണ് വേണ്ടത്. അപ്പോൾ 13,000ൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നമുക്കിവിടെ 1000 ഇല്ല, 1500 ഉണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ 500 എക്സ്ട്രാ ആയിപ്പോവും. അപ്പോൾ 400 35 ടൈംസ് ആഡ് ചെയ്താൽ, അതായത് 35 × 4 ചെയ്താൽ 5 4s are 20, 4 3s are 12, 12 + 2 14. ഇനി 400ൻ്റെ 2 സീറോസും കൂടെ ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, 14,000 എന്ന് കിട്ടി. അപ്പം 400നെ 35 ടൈംസ് ആഡ് ചെയ്താൽ, അതിന് പകരം എന്ത് ചെയ്താൽ മതി? 400 × 35 ചെയ്താൽ നമുക്ക് 14,000 കിട്ടും. ഇനി അടുത്തത് 15,000 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 15,000 കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ 1500 ഉണ്ടല്ലേ. 1500നെ 10 ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15,000 കിട്ടും. അപ്പോൾ 1500നെ 10 ടൈംസ് ആഡ് ചെയ്താൽ 15,000 കിട്ടും. ഇനി അടുത്ത എന്താ വേണ്ടേ? 16,000 കിട്ടാൻ ഇവിടെ ഒരു 13,000 ഉണ്ട്, പ്ലസ് 1500 2 ടൈംസ് ചെയ്താൽ 3,000 ആവും. അപ്പോൾ ഈ 3,000ഉം 13,000ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 16,000 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 1000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തന്നിരിക്കുന്ന ഈ നമ്പറിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല.
ഇനി അടുത്തത് ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ്. ഹിയർ യൂസിങ് ദ നമ്പേഴ്സ് ഇൻ ദ ബോക്സസ് വി ആർ അലൗഡ് ടു യൂസ് ബോത്ത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ടു ഗെറ്റ് ദി റിക്വയർഡ് നമ്പർ. ആൻ എക്സാമ്പിൾ ഈസ് ഷോൺ. അപ്പോൾ നമുക്കിവിടെ ബോക്സിൽ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അഡീഷനും ചെയ്യാം സബ്ട്രാക്ഷനും ചെയ്യാം റിക്വയർഡ് നമ്പർ കിട്ടുന്നതിന് വേണ്ടി. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 39,800. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, 40,000-ൽ നിന്ന് ഇവിടെ 40,000-ൽ നിന്ന് 39,800 കിട്ടണമെങ്കിൽ എത്ര സബ്ട്രാക്റ്റ് ചെയ്താൽ മതി, 200 സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ എന്തില്ല, 200 ഇല്ല. ആ 200 കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്, 800-ൽ നിന്ന് ആദ്യം എന്ത് ചെയ്തു, 800 സബ്ട്രാക്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 39,200 ആയി. അതിൻ്റെ കൂടെ 300 ആഡ് ചെയ്താൽ 39,500 പ്ലസ് 300 ചെയ്താൽ 39,800 കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഒക്കെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 45,000 വേണം. അപ്പോൾ ഈ 45,000 കിട്ടാൻ വേണ്ടി നമുക്കിവിടെ എങ്ങനെ കണ്ടുപിടിക്കാം, 45,000 കിട്ടാൻ വേണ്ടി അഡീഷനും ചെയ്യാം സബ്ട്രാക്ഷനും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു 12,000 ഉണ്ടല്ലേ. 12,000 4 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 12,000 4 ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് 48,000 എന്ന് കിട്ടും. അപ്പോൾ 12,000 4 ടൈംസ് ആഡ് ചെയ്യണം. പ്ലസ് 12,000 പ്ലസ് 12,000 പ്ലസ് 12,000 ഇപ്പോൾ എത്രയായി, 48,000 ആയി. അതിൽ നിന്ന് 3,000 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 45,000 കിട്ടും. അപ്പോൾ ഇനി സബ്ട്രാക്ഷനാണ് 1,500 മൈനസ് 1,500. ഓക്കെ. ഇനി അടുത്തത് 5,900. 5,900 നമുക്ക് ഇവിടെ ഒരു 7,000 ഉണ്ടല്ലേ. അപ്പോൾ ഈ 7,000-ൽ നിന്ന് 800 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 7,000-ൽ നിന്ന് 800 സബ്ട്രാക്റ്റ് ചെയ്താൽ 6,200 കിട്ടും. അതിൽ നിന്ന് ഒരു 300 കൂടെ സബ്ട്രാക്റ്റ് ചെയ്താൽ എന്ത് കിട്ടും, 0 0, ഇവിടെ 5, ഇവിടെ 12, 9 5. കണ്ടോ, 5,900 കിട്ടി. അപ്പോൾ 7,000 മൈനസ് 800 മൈനസ് 300 ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഇനി അടുത്തത് 17,500. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇവിടെ നമുക്ക് 12,000-ൻ്റെ കൂടെ 7,000 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 12,000 പ്ലസ് 7,000 ചെയ്താൽ നമുക്ക് 19,000 എന്ന് കിട്ടും. 19,000 എന്ന് കിട്ടും. ഇതിൽ നിന്ന് 1,500 നമുക്കൊന്ന് സബ്ട്രാക്റ്റ് ചെയ്താൽ 0 0, ഇവിടെ 8, ഇവിടെ 10 ആവും. 10 മൈനസ് 5 ഈസ് 5, 8 മൈനസ് 1 ഈസ് 7. കണ്ടോ, 17,500 കിട്ടി. ഇതിൽ നിന്നപ്പോൾ 1,500 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി അടുത്തത് 21,400. 21,400 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇവിടെ 12,000 2 ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 24,000 കിട്ടും അല്ലേ. 12,000 2 ടൈംസ് ആഡ് ചെയ്യുന്നു. ഇനി ഇതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്രയായി, 24,000 ആയി അല്ലേ. 24,000 ആയി. നമുക്ക് വേണ്ടത് 21,400 ആണ്. അപ്പോൾ ഇനി എത്ര കൂടെ സബ്ട്രാക്റ്റ് ആകണം, 2,600 കൂടെ സബ്ട്രാക്റ്റ് ആകണം. അപ്പോൾ നമുക്കൊരു 1,500 എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 800 കൂടെ എടുത്താൽ എന്ത് വരും, 2,300 ആവും. ഒരു 300 കൂടെ എടുത്താൽ 2,600 ആവും. അപ്പോൾ ഇതിൽ നിന്നിനി മൈനസ് 1,500 മൈനസ് 800 മൈനസ് 300. ഇത്രയും ചെയ്താൽ നമുക്ക് 21,400 കിട്ടും കേട്ടോ. ഇത് രണ്ടും കൂടെ 24,000 ആണ്. നമുക്ക് വേണ്ടത് 21,400 ആണ്. അപ്പോൾ 21,000-ൽ നിന്ന് 24,000-ന് 2,600-ൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഇത് മൂന്നും കൂടെ എടുത്താൽ 2,600 ആവും. അപ്പോൾ ഈ 24,000-ൽ നിന്ന് ഇത് മൂന്നും സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 21,400 എന്ന് കിട്ടും.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി ഫിഗർ ഇറ്റ് ഔട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.